ശരി, ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പി സരീൻ വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുകയാണ്. എല്ലാവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പിന്നെ ഓരോ ബൂത്ത് സന്ദർശനവുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിലാണ്. രാവിലെ തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഡോക്ടർ പി സരീൻ വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിൽക്കുന്നു. നേരത്തെ സി കൃഷ്ണകുമാർ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വോട്ട് ചെയ്യാനുള്ള യാത്രയിലാണ്. വലിയ പ്രതീക്ഷയിൽ തീർച്ചയായും ജനം വിധി എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ ആ അവസാന നിമിഷത്തിലും അവസാന മിനിറ്റിലുമൊക്കെ വളരെ വലിയ പ്രതീക്ഷ, ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികളും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലെ നാടകീയ രംഗങ്ങളും അല്ലെങ്കിൽ ബോംബുകളും വിവാദങ്ങളും ഒക്കെ അങ്ങനെ കലങ്ങി മറിഞ്ഞ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് പാലക്കാട്ടെ വോട്ടർമാർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. അത് ഏത് രീതിയിലാണ് ഈ വിവാദങ്ങളൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത്? മാധ്യമങ്ങളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ വലിയ രീതിയിൽ ശബ്ദമയമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട വിവാദങ്ങൾ, പ്രതികരണങ്ങൾ എല്ലാം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടതാണ്. പക്ഷേ അത് പാലക്കാട്ടെ സാധാരണ വോട്ടറുടെ മനസ്സിൽ എത്രത്തോളം ഈ വിവാദങ്ങളൊക്കെ ഇടം നേടിയിട്ടുണ്ട്, അവരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതൊക്കെ ഇന്നത്തെ അവരുടെ ഈ തീരുമാനം പെട്ടിയിലാകുന്നതോടുകൂടി നമുക്ക് പിന്നെ ഈ അടുത്ത 3 ദിവസത്തിനായുള്ള കാത്തിരിപ്പാണ്. 23 വരെ വളരെ ആകാംക്ഷയോടെ, കൗതുകത്തോടെ, വളരെ ടെൻഷൻ അടിച്ച് സമ്മർദ്ദത്തോടെയൊക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും കാത്തിരിക്കുന്ന ദിവസമാണ്. ഇന്നെന്തായാലും രാവിലെ മുതൽ തന്നെ വളരെ സജീവമായി ആളുകൾ പാലക്കാട്ടേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നുവെന്നാണ് രതീഷ്. ഒരുപക്ഷെ ചേലക്കരയിലും വയനാട്ടിലും കണ്ടതുപോലെ, പ്രത്യേകിച്ചും വയനാട്ടിലും കണ്ടതുപോലെ ഒരു ഡിപ്പ് പോളിംഗ് ശതമാനത്തിൽ പാലക്കാട് ഉണ്ടായേക്കില്ല എന്ന് തോന്നുന്നു. കാരണം പാലക്കാട്ടുകാർക്ക് ഞങ്ങൾ പ്രതികരിച്ചേ മതിയാകൂ, അത് ഏത് രീതിയിലായാലും പ്രതികരിച്ചേ മതിയാകൂ എന്നൊരു തോന്നൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം അല്ലേ? 3 സ്ഥാനാർത്ഥികളെ നമ്മൾ ഒരുമിച്ച് ഫ്രെയിമിൽ കാണുന്നുണ്ട് അല്ലേ? 3 സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ഉണ്ട്. ഒരിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ താഴത്തെ ഫ്രെയിമിൽ, മുകളിൽ സരിൻ ഒട്ടിയാൻ നിൽക്കുന്നു, ഒരു ഭാഗത്ത് സി കൃഷ്ണകുമാർ. 3 പേരും പോളിംഗ് ബൂത്തുകളിലുണ്ട്. ദിവിഷ് പറഞ്ഞതുപോലെ വലിയ ആവേശം പാലക്കാട് ക്ഷേത്ര ദർശനത്തിലാണ് രാവിലെ പി സരിൻ പള്ളിയിലേക്ക് പോയി അവിടെ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആളുകളെ കാണുന്നു, അവർക്ക് കൈ കൊടുക്കുന്നു, പ്രസ്ഥാനം നടത്തുന്നു. പാലക്കാട്ടിൽ പൊളിറ്റിക്സ് ഏത് തരത്തിൽ പോകുന്നു എന്നതാണ് രാവിലെ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമല്ല, ഒന്നിലധികം ക്ഷേത്രങ്ങളിൽ 3 സ്ഥാനാർത്ഥികളും പോകുന്നു, പള്ളിക്ക് മുന്നിലേക്ക് പോകുന്നു. അങ്ങനെ പാലക്കാട്ടെ പൊളിറ്റിക്സ് ഏത് തരത്തിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, ജനങ്ങളെ ഏത് തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുക, അതിൻ്റെ എല്ലാ മാർഗ്ഗങ്ങളും പാലക്കാട്ട് 3 മുന്നണികളും പ്രയോഗിക്കുന്നതാണ്. നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ രാവിലെ വലിയ തിരക്കാണ്. ഈ ഫ്രെയിമിലൊക്കെ നമുക്ക് കാണാം, വലിയ തിരക്ക് ഉണ്ട്. സ്ത്രീ വോട്ടർമാരുണ്ട്, പുരുഷ വോട്ടർമാരുണ്ട്. രാവിലെ തന്നെ വലിയ തിരക്ക്, നീണ്ട ക്യൂ നമ്മൾ കാണുന്നുണ്ട്. 7 മണിക്ക് മുൻപേ തന്നെ ആ ക്യൂ ഉണ്ട്. ഇപ്പോൾ ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. അതിൻ്റെ ഒരു പാഠം കൂടി ഈ 3 മുന്നണികൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഓരോ പോക്കറ്റിൽ നിന്നും ആളുകളെ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകും. നേരത്തെ സൻ പറയുന്നുണ്ടായിരുന്നു ഒരു കണക്ക്, അത് ശരിയാണ്, ആ കണക്ക് ശരിയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ നിലയിൽ 3 മുതൽ 5% വരെ വോട്ട് കുറയാറുണ്ട്. അതിൻ്റെ കാരണം എന്നത് പല ആളുകളും നാട്ടിലുണ്ടാകണമെന്നില്ല, വിദേശത്തായിരിക്കാം, പുറത്തായിരിക്കാം. ഒരു പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുൻകൂട്ടി കണക്കാക്കി നാട്ടിലേക്ക് ആ സമയത്ത് എത്തുന്നതിൻ്റെ ഒരു വീറും വാശിയും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇവിടെ വലിയൊരു മത്സരം, ആ പ്രതീതി വന്നുകൊണ്ട് കുറേ ആളുകളൊക്കെ വന്നേക്കെങ്കിലും ചെറിയൊരു കുറവുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് തോന്നുന്ന ഒരു വിരക്തി, ഒരു വിയോജിപ്പൊക്കെ ഉണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വിളിച്ചു വരുത്തുന്നതല്ലേ, അനാവശ്യമല്ലേ എന്നൊരു തോന്നൽ ഒരുപക്ഷെ ഈ പാർട്ടി അണികളിൽ നിന്ന് മാറി സാധാരണക്കാരിലേക്ക് പ്രതികരണം പോകുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത് എന്തിനായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ചോദിക്കാറുണ്ട്. അതിപ്പോൾ ഏത് സ്ഥലത്തായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ വയനാട്ടിലും ചേലക്കരയിലുമൊക്കെ ആ ഒരു ചെറിയ കുറവ്, വയനാട്ടിൽ കൂടുതൽ കുറവുണ്ടായി പോളിംഗ് ശതമാനത്തിൽ. ആ ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടാകാതിരിക്കുക എന്നത് മുന്നണികളുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം കൃത്യമായൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് പാലക്കാട്ടെ സ്ഥിതിഗതികൾ മാറിയെന്നതിൽ പുറമേക്കുള്ള അല്ലെങ്കിൽ പ്രകടനപരതയിൽ അത് ത്രികോണ പോരാട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ ശക്തമായി തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. അത് വിവാദങ്ങളാകട്ടെ, പരസ്യ പ്രതികരണങ്ങളാകട്ടെ, അങ്ങനെ ശരി.